1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. എനിക്ക് എൻ്റെ സഭയെ ശുശ്രൂഷിക്കേണ്ടതിന് ദൈവം ഏൽപ്പിച്ച ചില കൃപാവരങ്ങൾ ഉണ്ടായിരിക്കും. അതിനകത്ത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, പ്രധാന ശില്പിയായി. ഈ അടിസ്ഥാനത്തിന്മേൽ ഓരോരുത്തൻ ചേർത്ത് പണിയുകയാണ്. സുവിശേഷ വേലക്കാരിൽ കാണുന്ന അപാകതകളിൽ ഒന്നിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന അല്പമല്ലാത്ത ഗൗരവത്തിൻ്റെ ഗൗരവത്തിൽ നമ്മളിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമായ ഇൻഫർമേഷൻ, അതിൻ്റെ അടിസ്ഥാനമായ ഉപദേശ സംഹിത നമുക്കില്ലാതെ പോയി. കർത്താവിന്റെ ദാസനോട് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പുതിയ ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി, പുതിയ ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാക്കി, അക്ഷരമാല ക്രമീകരിച്ച് തയ്യാറാക്കി അതിനകത്തേക്ക് തിരുവചനം പ്രിൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ഭാഷയെക്കുറിച്ച് മുതൽ അദ്ദേഹം അറിഞ്ഞു വരുന്നതോടുകൂടെ നമ്മിൽ ആർക്കെങ്കിലും ലഭിക്കാവുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരളവ് തിരുവചനത്തിൽ താൻ എടുക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് തനിക്ക് നിശ്ചയമായ ഒരു അറിവ് കാണും. അതിനു മുമ്പേ തിരുവചനത്തിൽ അറിവില്ലാതെ പോയി എന്നല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയട്ടെ, ആ ഒരു വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിയിലേക്ക് ഇറങ്ങുമ്പോൾ അധികം ഇൻഫർമേഷൻസ് ലഭിക്കും. ഇതുപോലെ ഒരു ദൈവവചനത്തെക്കുറിച്ച് ആഴമേറിയ ജ്ഞാനത്തിൽ പോകണം. ഞാനൊരു സദ്വർത്തമാനം ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ. എൻ്റെ അനുജൻ്റെ മകൻ സാൻഡി എന്ന പേരിൽ ഒരു ഫിബിൻ ഇവിടെ ഉണ്ടായിരുന്നു. സാൻഡി എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഫിബിൻ. എനിക്ക് തോന്നി അവരും ബൈബിൾ ട്രാൻസ്ലേഷനിലുണ്ട്. അവന് തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതുപോലെ ട്രൈബ്സിൻ്റെ ഇടയിൽ പാർത്ത് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരെയും ഉപയോഗിക്കുന്ന കൃപയ്ക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനുള്ളത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും? വിശുദ്ധ പൗലൂസ് പറഞ്ഞു, എനിക്ക് തികഞ്ഞ ഒരു ജ്ഞാനം തിരുവചനത്തെക്കുറിച്ചുണ്ട്. അതിൻ്റെ പുറകിൽ ഞാൻ ദൈവിക വെളിപ്പാടിനാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ അറിവിൽ ദൈവം എനിക്ക് തന്നതിനപ്പുറത്ത് എഴുതപ്പെട്ട ഈ ദൈവവചനമെന്ന കൃതിയെ കുറിക്കുന്ന എനിക്ക് ലഭിച്ച അറിവിനപ്പുറം ദൈവിക വെളിപ്പാടുകളും കൂടെ എനിക്ക് ലഭിക്കുമ്പോൾ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇട്ടു. എന്താണ് അടിസ്ഥാനം? യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം ഇടുവാൻ കഴിയുകയില്ല. അതിൻ്റെ മേൽ വീണ്ടും പണിയേണ്ടതിന്, അന്യോന്യം ശുശ്രൂഷിക്കേണ്ടതിന് നമ്മളെ ആക്കിയിരിക്കുക. ഞാൻ ഉത്തമ ഉദാഹരണങ്ങൾ ഇന്ന് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അന്യോന്യം പണിയേണ്ടതിനു വേണ്ടി എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ആക്കിയിരിക്കുകയാണ്. സഭയ്ക്കകത്ത് നമുക്ക് അന്യോന്യം പണിയുവാൻ കഴിയും. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ പ്രധാന ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇട്ടു, അതിൻ്റെ മേൽ ഓരോരുത്തരും പണിയുകയാണ്. പക്ഷെങ്കിൽ എന്താണ് പണിയുന്നതെന്ന് അവനവൻ ശോധന ചെയ്യട്ടെ. ഒരു പക്ഷെങ്കിൽ എൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പലപ്പോഴും സാക്ഷ്യങ്ങൾ നമുക്ക് സഭയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് സാക്ഷ്യം? ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉൽപ്പാദിപ്പിക്കേണ്ടതിന്, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന്, ഒരു വ്യക്തിക്ക് എനിക്കിത് ദൈവത്താൽ സാധിച്ചെങ്കിൽ താങ്കൾക്കും ഇത് സാധിക്കാം എന്ന് പറയേണ്ടതിന്, ഇതിനു വേണ്ടിയാണ് സാക്ഷ്യങ്ങൾ. യേശു എന്നെ രക്ഷിച്ചെങ്കിൽ നിങ്ങളെയും രക്ഷിക്കും എന്ന് പറയേണ്ടതിന്. പക്ഷേ പലയിടങ്ങളിലും സാക്ഷ്യം സ്വയം ഉയർത്തുവാനുള്ള ഒരു മാർഗമായി ആളുകൾ എടുക്കാറുണ്ട്. ആവശ്യമില്ലാത്തതൊക്കെ സാക്ഷ്യത്തിനകത്ത് ചേർത്ത് പരസ്പരം കുത്തുവാൻ ഉപയോഗിക്കാറുണ്ട്. ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് അവൻ തന്നെ സൂക്ഷിക്കട്ടെ. ഞാൻ അതിൽ കൂടുതലൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുവാനും മറ്റുള്ളവരെ നെക്ചർ ചെയ്യുവാനും മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിച്ച് ദൈവകൃപയിൽ വളർത്തുവാനും ഇങ്ങനെ ലഭിച്ച ടീച്ചിങ് കൃപാവരം ഉപയോഗിക്കാനും കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ ആ ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്, വിശദീകരിക്കും. രണ്ടാമതൊന്ന്, പ്രവചനത്തിൻ്റെ ആത്മാവിൽ ദൈവം ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പ്രവചനത്തിൻ്റെ ആത്മാവിൽ ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുകയും വേറൊരുവൻ വ്യാഖ്യാനിക്കുകയും ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ വർണ്ണിക്കുകയും ചെയ്യുന്ന വേറൊരു തലത്തിലേക്ക് മാറുന്നെങ്കിൽ കൃപാവരങ്ങൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും. ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല. അവനവന് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ കൊണ്ട് പൊതുപ്രയോജനത്തിനു വേണ്ടി നമുക്ക് അന്യോന്യം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു. ഇനിയും കഴിഞ്ഞ സെക്കൻഡ് വീക്കിൽ ഞാനിവിടെ എടുത്ത അതേ തിരുവചന ഭാഗത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി
ആടുകളുടെ ഇടയിൽ ന്യായം വിധിക്കുന്നവനായ ദൈവം എന്നെ ന്യായം വിധിക്കുമ്പോൾ, ന്യായവിധി എന്ന പദത്തിന് ശിക്ഷാവിധി എന്ന അർത്ഥത്തിലല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ശിക്ഷാവിധി എന്ന അർത്ഥം നിശ്ചയമായി അതിനുണ്ട്. ശിക്ഷ അർഹിക്കുന്നവന് ശിക്ഷ കൊടുക്കും. എന്നാൽ പ്രതിഫലം അർഹിക്കുന്നവന് പ്രതിഫലം കൊടുക്കുകയും മാന്യത അർഹിക്കുന്നവന് മാന്യത കൊടുക്കുകയും ചെയ്യുന്ന ദൈവം നമ്മിൽ ചിലരെ മാന്യരായി കാണുവാൻ, ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെക്കുറിച്ച് തിരുവചനം പറഞ്ഞു, മൂപ്പന്മാർ ഇരട്ടി മാന്യതയ്ക്ക് യോഗ്യരാണ്. വചനം പഠിപ്പിക്കുന്നവൻ സകലരിലും മാന്യരായി തീരേണ്ടതിന് അവൻ ഇരട്ടി മാനം കൊടുത്ത് മാനിക്കണം. മൂപ്പന്മാരെ സാധാരണക്കാരനെ പോലെ കരുതരുത്, ഇരട്ടി മാനം കൊടുക്കണം. മാനത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. മാനം കൊടുക്കേണ്ടവന് മാനം, ബഹുമാനം കൊടുക്കേണ്ടവന് ബഹുമാനം എന്നിത്യാദി പദങ്ങൾ തിരുവചനത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മാന്യതയുടെ അളവിന് വ്യത്യാസമുണ്ട്. ഒരു സ്കൂളിലോ കോളേജിലോ കരിക്കുലത്തിൽ മാർക്കിടുന്ന സമയം 5 മാർക്ക് മുതൽ 100 നിന്നാണ് 0 വാങ്ങിച്ച പുള്ളികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ 5 മാർക്ക് തീരെ കുറഞ്ഞു പോയി എന്നാരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെക്കാൾ മിടുക്കനുണ്ട് മറ്റേ അറ്റത്തുനിന്ന്. ഈ 5 മാർക്കുകാരനേക്കാൾ മിടുക്കനാണ് 0 മാർക്ക് വാങ്ങിച്ചവൻ മറ്റേ അറ്റത്തുനിന്ന് അന്ന് മാത്രമേ ഉള്ളൂ. 100 മാർക്ക് വരെ വാങ്ങിച്ചവരുണ്ട്. ഞാൻ ഒരു റെയർ ഇൻസിഡൻറ്റിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പരീക്ഷക്കടലാസിൽ നോക്കി ആൾ എഴുതി വെച്ചു എന്ന്, എക്സാമിനി ഈസ് ബെറ്റർ ദാൻ എക്സാമിനർ. കാരണം ചോദ്യം ചോദിച്ച പുള്ളിയേക്കാൾ കൂടുതൽ ഉത്തരം പറഞ്ഞ പുള്ളിയാണ് മിടുക്കൻ, അവനാണ് കൂടുതൽ അറിയാവുന്നത്. വ്യത്യസ്ത മാർക്കുകൾ വ്യത്യസ്ത മാന്യതയ്ക്ക് യോഗ്യരാക്കി നമ്മെ മാറ്റും. ഒരു നല്ല മാർക്കോടുകൂടെ ഞാനും സഭായോഗത്തിന് വന്നുപോയി. ഞാനും രാവിലെ എഴുന്നേറ്റു, വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, തിരുവചനം ഞാനും വായിച്ചു, 2 പാട്ട് ഞാനും പാടി എന്ന് പറയുന്നതല്ല. ദൈവം മുമ്പിൽ മാന്യത ലഭിക്കത്തക്കവണ്ണം ചില ആഴങ്ങളിലേക്ക് ഇറങ്ങി പണിയുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചതിന് ഒത്തവണ്ണം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കഴിഞ്ഞ സെക്കൻഡ് വീക്കിൽ ഞാനിവിടെ എടുത്ത വേദഭാഗം അതിശക്തമായി വീണ്ടും വീണ്ടും ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ട്, ഇന്നത്തെ നമ്മുടെ വിഷയവുമായി വളരെ ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ട് ഒന്ന് ചേർത്ത് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഒരേ സഭയ്ക്കകത്ത് അവസരം ലഭിച്ചിട്ട് ഉപയോഗിച്ചവരും ഉപയോഗിക്കാതെ കളഞ്ഞവരും ദുരുപയോഗപ്പെടുത്തിയവരും 3 കാറ്റഗറിയായിട്ടാണ് ഞാൻ തിരിച്ചത്. 1 അവസരം ലഭിച്ചിട്ട് ഉപയോഗിച്ചവർ, 2 അല്പം മാത്രം റാദർ അധികം ഉപയോഗിക്കാതിരുന്നവർ, 3 ദുരുപയോഗം ചെയ്തവർ. ഇങ്ങനൊരു 3 കാറ്റഗറിയെ കഴിഞ്ഞ സെക്കൻഡ് വീക്കിൽ, കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞതിന് മുമ്പിലത്തെ ശനിയാഴ്ച ഞാനിവിടെ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനാധാരമായി നമ്മൾ കണ്ടത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ഒരു റിപ്പീറ്റേഷനായി മാറത്തില്ല, ഉറപ്പുണ്ട്, ഒരു റിപ്പീറ്റേഷൻ ആകത്തില്ല. പകരം അന്നത്തെ ആശയത്തോട് ചേർന്ന് അടുത്ത പടിയിൽ പണിയുവാൻ, ആടിനും മധ്യേ ന്യായം വിധിക്കുന്ന സ്വർഗത്തിലെ ദൈവം ന്യായം വിധിക്കുമ്പോൾ എത്ര മാർക്കിന് ഞാൻ യോഗ്യനാകും എന്ന ചിന്തയിൽ, നിശ്ചയമായും ആടിനും ഇടയിൽ ന്യായം വിധിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ചിന്തിച്ച ആ ചിന്താഗതിയിൽ ശിക്ഷാവിധിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഇന്ന് ശിക്ഷാവിധിയെക്കുറിച്ചല്ല, മാന്യതയുടെ അളവുകളെക്കുറിച്ച് അളക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആദിമസഭ നേരിട്ട് 1-ാമത്തെ പ്രശ്നം, അവരുണ്ടായിരുന്നതെല്ലാം വിറ്റു പൊതുവകയെന്ന് എണ്ണി. എല്ലാം പൊതുവകയായി. ആഹാരം പൊതുവിൽ കുക്ക് ചെയ്യുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. ഈ സാഹചര്യത്തിൽ സഭയുടെ എണ്ണം ഏതാണ്ട് 5000-ഓളമായി വർദ്ധിച്ചുവെന്ന് മറക്കരുത്. 5000-ഓളം പേരോളം വരെ പങ്കെടുക്കുന്ന, 5000 പേർ വരെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വലിയ മെസ്സ് അവർക്കുണ്ടായിരുന്നു. അവരങ്ങനെ ഒരു കോമൺ കുക്കിംഗ് പാറ്റേണിലേക്ക് പോയി. ഇവർക്കെല്ലാം കുക്ക് ചെയ്ത് ആഹാരം വിളമ്പുമ്പോൾ യവന ഭാഷക്കാരായ ആളുകളുടെ വിധവമാരെ കാര്യമായി ഗവനിക്കുന്നില്ല. അവർക്ക് വന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. ചോദിച്ചു വാങ്ങാനുള്ള കഴിവും തൻ്റെ ഇടവും പോരാ. കൊണ്ടു കൊടുക്കാൻ ആൾ കുറവാണ്. അതുകൊണ്ട് യവന ഭാഷക്കാരായ ആളുകളുടെ വിധവമാരെ അഗണ്യമായി വിചാരിക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് 1-ാം നൂറ്റാണ്ടിലെ സഭയിലുണ്ടായി. ദൈവസഭയിലെ 1-ാമത്തെ കംപ്ലൈൻറ്റ് ഡിസ്പാരിറ്റിയാണ്. പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിൽ, കഴിവുള്ളവനും കഴിവില്ലാത്തവനും തമ്മിൽ, ചോദിക്കാൻ കഴിയുന്നവനും ചോദിക്കാൻ കഴിയാത്തവനും തമ്മിൽ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതതിൻ്റെ നിഷേധാത്മകമായ അർത്ഥത്തിലല്ല ഞാൻ എടുക്കുന്നത്. ചോദിച്ചു വാങ്ങുവാനും കഴിവില്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഇവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, അവഗണിക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് സഭയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയോ എൻ്റെ മനസ്സിനകത്ത് ഒരു പഴയ പാട്ടിൻ്റെ ഒരു ശീൽ ഇങ്ങനെ വന്നു. ഞാൻ ഒരിക്കലും പാടത്തില്ല, സത്യമായിട്ടും പാടത്തില്ല, നിങ്ങൾക്കെല്ലാം അറിയാം, അതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷെ അതിനകത്തെ ഒരു ശീൽ ഇങ്ങനെയാണ്:
ധന്യന്മാരെയും അഗതികളെയും സംയോജിപ്പിക്കുന്ന ഒരാനന്ദം. സ്വർഗീയ ആനന്ദത്തെക്കുറിച്ചും സ്വർഗീയ സന്തോഷത്തെക്കുറിച്ചും പറയുമ്പോൾ അതിനകത്തെ ഒരു പ്രധാന ഭാഗമാണ് ധന്യന്മാരെയും അഗതികളെയും ഒരുമിച്ച് സംയോജിപ്പിക്കുന്ന ഒരാനന്ദം. സഭയ്ക്കകത്തുണ്ടായിരുന്ന ആ ഹാർമണി, സഭയ്ക്കകത്ത് കാണേണ്ട ആ നന്മ കുറഞ്ഞു തുടങ്ങിയതായി അപ്പോസ്തലന്മാർക്കൊരു തോന്നൽ. എന്തേ ബഥേലിന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോണം. ഫ്രം ദ ബിഗിനിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശല്യമില്ല. ഒരു ഭാഷയ്ക്ക് അതിൻ്റെ ഗ്രാമർ ക്രമീകരിക്കുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ദൈവസഭയുടെ ഗ്രാമർ ചെറുപ്പത്തിലെ ക്രമീകരിച്ചു പോയാൽ ഒരു നല്ല ഭാവി നമുക്കുണ്ടാകും എന്നതിനാൽ ഒരുമിച്ച് പോകുവാനുള്ള ആ ഹാർമണി കുറയുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പോസ്തലൻ പറഞ്ഞു, ഒന്നാമത്തേത് ഞങ്ങൾ തന്നെ നേരിട്ട് വിളമ്പുക. ഒരു ചാൻസാണ്, ഞങ്ങൾ തന്നെ നേരിട്ട് വിളമ്പുക. തീരെ ഒക്കാത്ത ചില പ്രശ്നം വരുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്മിറ്റിയോട് ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ പേഴ്സണലി നോക്കിക്കോളാം. അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പേഴ്സണലി നോക്കിക്കോളാം, ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞു കഴിയാമെങ്കിൽ ഒരു ഭയങ്കര കോൺഫിഡൻസാണ്. ഇതുപോലെ പത്രോസും ശേഷം അപ്പോസ്തലന്മാരും പറഞ്ഞു, ഒരു പോസിബിലിറ്റി ഞങ്ങൾ തന്നെ നേരിട്ട് വിളമ്പ് സൂപ്പർവൈസ് ചെയ്യാൻ വരിക. പക്ഷേ അതിൻ്റെ ഒരു മറുവശം, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇന്ന് വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും എടുക്കുന്ന സമയം കുറയും. ഞങ്ങൾ വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും എടുക്കുന്ന സമയം കുറഞ്ഞാൽ പൊതുസഭയുടെ ആത്മീയ അന്തരീക്ഷം ഡൗൺ ആകും, സ്പിരിച്വൽ ടെമ്പറേച്ചർ ഡൗൺ ആകും. അത് വരാതിരിക്കുവാൻ ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഇരിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു 7 പേരെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഈ കാര്യത്തിന് വേണ്ടി നിർത്തണം. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ ആത്മാവിൽ നിർത്തണം. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരായിരിക്കണം. ഈ 7 എന്നുള്ളത് തിരുവചനത്തിലെ ഒരു പൂർണ്ണസംഖ്യ ആയതുകൊണ്ടാകാം ഒരു 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊരു 7 പേരെ തിരഞ്ഞെടുത്തു. ഈ 7 പേരെക്കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു ഒരളവിൽ ശനിയാഴ്ച നമ്മൾ കൊണ്ടുവന്നത്. 1 സ്തേഫാനോസിനെ തിരഞ്ഞെടുത്തു, 2 ഫിലിപ്പോസിനെ തിരഞ്ഞെടുത്തു, 3 പ്രഖരോസിനെ തിരഞ്ഞെടുത്തു, 4 നിക്കാനോറിനെ തിരഞ്ഞെടുത്തു, 5 തിമോനെ തിരഞ്ഞെടുത്തു, 6 പർമോസിനെ തിരഞ്ഞെടുത്തു, 7 നിക്കലാവോസിനെ തിരഞ്ഞെടുത്തു. ഇതിൽ നിക്കലാവോസിനെ കുറിച്ചൊരു കൊച്ചു വിശദീകരണം ഏഴാമനെ കുറിച്ച് ഉണ്ട്. യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ്. ഞാൻ ആ ക്വാളിഫിക്കേഷൻ എടുത്തു വായിച്ചതിനൊരു കാരണമുണ്ട്, വിശദീകരിച്ച് വരുമ്പോൾ മനസ്സിലാവും. ഇവരെ തിരഞ്ഞെടുത്തു. ഈ 7 പേരെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ നിർത്തി. ആരും അറിഞ്ഞില്ലെന്ന് വരരുത്. എല്ലാവരുടെയും മുമ്പിൽ 5000-ഓളം പേരാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്. ഇതിനകത്ത് ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകളുണ്ട്, മറക്കരുത്. ഇവരുടെ മുമ്പിൽ ഈ 7 പേരെ മുന്നോട്ട് നിർത്തി. ഇനി മുന്നോട്ട് നിർത്തിയേച്ച് അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചു. എൻ്റെ വിശ്വാസത്തിൽ പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും അപ്പോസ്തലന്മാർ ഓരോരുത്തരും ഇവരുടെ മേൽ കൈവച്ച് ജനത്തിൻ്റെ മുമ്പിൽ ഇവരെ അനുഗ്രഹിച്ചു. ദൈവസഭയ്ക്കൊരു പാറ്റേൺ ഉണ്ട്. മുൻപിൽ നിന്ന് ശുശ്രൂഷകന്മാർ കൈവെക്കുമ്പോൾ സഭ ഒരുമിച്ചൊരു കാര്യം അംഗീകരിക്കുന്നതിനാൽ പിമ്പിലിരിക്കുന്നവർ അവർക്ക് നേരെ കൈ നീട്ടുന്നത് നമ്മൾ ഇന്നും പാലിച്ചു പോകാറുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് കൂട്ടിക്കൂ. 5000-ഓളം ആളുകൾ ഇവർക്ക് നേരെ കൈ നീട്ടുകയും 12 അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവെക്കുകയും ചെയ്തതോടെ സ്വർഗത്തിൽ നിന്നൊരു വ്യാപാരം അവരുടെ മേൽ വരികയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവർ അഭിഷക്തരാകുകയും ചെയ്തു. പക്ഷേ ആ അഭിഷേകം കൊണ്ട് അവരെ ഡീക്കൻസ് എന്നൊരർത്ഥത്തിൽ വിളിക്കുന്നുണ്ട്. അതർവൈസ് ഇന്നത്തെ നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ഓർഡിനേഷൻ എന്തുവാണെന്നറിയാമോ? കുക്ക് ആൻഡ് വെയിറ്റർ. ഈ 500 പേരുള്ളതായ ഈ ആളുകൾക്ക്, 5000 പേരുള്ളതായ ഈ സദസ്സിന് വിളമ്പാനും വെക്കാനുമുള്ള ഒരധികാരമാണ് അവരുടെ മേൽ കിട്ടിയത്. ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി. വെക്കാനും വിളമ്പാനും അധികാരമുണ്ട്, വിളമ്പുന്നവർക്ക് സംസാരിക്കാനും കഴിയും. ഇതിനകത്ത് ചിലരെക്കുറിച്ചൊക്കെ ഞാൻ എടുത്തു പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തേഫാനോസിനെ കുറിച്ച്. സ്തേഫാനോസ് ആണ് ഒന്നാമത്തെ ആൾ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രൗൺ അഥവാ കിരീടം എന്നുള്ള അർത്ഥമാണ് സ്തേഫാനോസ് എന്ന പേരിന്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടുന്നത് കൊള്ളാം. എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പല പ്രാവശ്യം കൺഫസ് ചെയ്തിട്ടുണ്ട്, പേരിടാൻ എനിക്ക് അറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് കിട്ടിയ പേര് എൻ്റെ കുട്ടികൾക്ക് ഇട്ടുവിട്ടത്. നല്ല പേരിടാൻ എനിക്ക് അറിയാൻ വയ്യായിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞു തരാൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടാൻ ശ്രമിക്കുന്നത് കൊള്ളാം.
ഒരിക്കൽ ഞാൻ സ്റ്റേജിൽ ഏതോ ഒരു പദം ഉപയോഗിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ സുനിൽ പാസ്റ്റർ എന്നെ പിടിച്ചു. ഡാഡി ഇന്ന് എന്തിനാ ആ പദം ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞിട്ട് ആ പദത്തിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഡാഡി മനസ്സിലായതുകൊണ്ടാണ്. പക്ഷേ അതിനേക്കാൾ മാന്യമായ പദം മലയാള ഭാഷയിൽ ഇല്ലേ? എനിക്കെന്ന് ആരാണ്ടോട് ദേഷ്യം വന്ന് ഒരു വഴക്കും കൂടെ പറയണം. ഞാൻ ചർച്ചിൻ്റെ അപ്പനും കൂടെ അല്ലേ, അപ്പോൾ ഇടയ്ക്കൊരു വഴക്കും ആവശ്യമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചൊരു വാക്കാണ്. അവൻ എന്നോട് ചോദിച്ചു, ഡാഡി ഇതിനേക്കാൾ നല്ല വാക്ക് മലയാളത്തിൽ ഇല്ലേ? ഞാൻ പറഞ്ഞുണ്ട്. പിന്നെ ഡാഡി എന്തിനാ രണ്ടാം തരം വാക്ക് ഉപയോഗിച്ചത്? ഒന്നാം തരം വാക്ക് മലയാളത്തിൽ ഉള്ളപ്പോൾ അന്യോന്യം കറക്റ്റ് ചെയ്തോണേ, എല്ലാവരും അന്യോന്യം കറക്റ്റ് ചെയ്യണം. ഇതിനേക്കാൾ ഇതാണ് തനിക്ക് ലഭിച്ച കൃപാവരം കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക, അന്യോന്യം പണിയേണ്ടതിനു വേണ്ടി. ഒന്നാം തരം വാക്ക് മലയാളത്തിലുള്ളപ്പോൾ എന്തിന് രണ്ടാം തരം പദം ഉപയോഗിച്ചു? എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത്, ഒന്നാം തരം പേര് ദൈവസഭയിൽ ഉള്ളപ്പോൾ എന്തിന് നമ്മൾ രണ്ടാം തരം പേര് ഉപയോഗിക്കുന്നു? സ്തേഫാനോസിൻ്റെ മാതാപിതാക്കൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. അദ്ദേഹത്തിന് ഇട്ട പേര് ക്രൗൺ അഥവാ കിരീടമെന്ന ആ പേര് തമ്പുരാൻ പറഞ്ഞ് ഇത് ഞങ്ങൾ സ്ഥിരമാക്കുക. നമ്മുടെ ചർച്ചിലും നമ്മൾ ഓരോ വർഷത്തിനും പേരിടാറുണ്ട്. ആ വർഷങ്ങൾക്ക് പേരുകൾ സഫലമാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മളെല്ലാം കൂടെ ഒന്ന് തന്നെ വിശ്വസിക്കുകയും ഒന്ന് തന്നെ പറയുകയും ഒന്ന് തന്നെ വിളിക്കുകയും ചെയ്താൽ ആ പേര് അർത്ഥവത്തായി മാറും. സ്തേഫാനോസ് അർത്ഥമുള്ളവനായി മാറി. തൻ്റെ ഇനീഷ്യൽ ലൈഫിൽ താൻ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്നതിന് മുന്നമേ തന്നൊരു ബിസിനസ്സുകാരനായിരുന്നുവെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് സ്പിരിറ്റ്ഫുൾ ബിസിനസ്മാൻ. അത് ക്രിസ്ത്യാനി ആയ ശേഷം ആത്മാവ് തൻ്റെ മേൽ വന്നു. ഹി ബിക്കെയിം ഫുൾ ഓഫ് സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു, ആത്മപൂർണനായി. പക്ഷേ ബിസിനസ്സുകാരനായിരുന്നു. ഇതിനകത്ത് ബിസിനസ്സുകാരായ ആളുകൾ ആത്മപൂർണരായെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ഉള്ളവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. അല്ലാത്തവർ അങ്ങനെ ആകണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾ ദൈവസഭയ്ക്ക് ഒരസറ്റായിരിക്കും. ഇന്ന് നമ്മൾ യങ്സ്റ്റേഴ്സിലൊരു നല്ല വിഭാഗം കുഞ്ഞുങ്ങളെ മുൻപിലേക്ക് വിളിക്കുകയും അവർക്ക് വേണ്ടി പബ്ലിക് എക്സാമിനേഷന് വേണ്ടി, ബോർഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രായത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്കറിയാം, ലോകവ്യാപകമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ഇടങ്ങളിൽ ആളുകൾ അതൊക്കെ നമ്മളെ അനുകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പോകുന്നത് ദൈവകൃപയുടെ പ്രസക്തി കൊടുക്കാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ ഫാഷനുകളിൽ കുരുങ്ങി നാളെ ഇവിടുന്ന് പ്രാർത്ഥിച്ചു വിട്ട പിള്ളേരെ തിരിച്ചു വന്നപ്പോൾ തേണ്ട ജഡീകനെ പോലിരിക്കുന്നു എന്ന് നിങ്ങളെ കൊണ്ടാരും പറയാതിരിക്കുവാൻ, പണക്കാരുടെ ഇടയിലെ പണക്കാരനായ ബിസിനസ്സുകാരനായ ഒരു സ്തേഫാനോസിന് ക്രൗൺ എന്ന് പേര് മാത്രമല്ല, താൻ ആത്മപൂർണനായി തുടർന്നു. ആത്മപൂർണനായ ഒരാളായിരുന്നു. നിങ്ങളിൽ ഓരോരുത്തരും പോകുന്ന ഇടങ്ങളിൽ ആത്മപൂർണരാകുവാൻ, ചിലരെ കൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ മറക്കരുതാത്ത ഒന്നുണ്ട്. ഞാൻ ചെറുപ്പക്കാരോട് എടുത്തു പറയുകയാണ്, ആത്മീയരോട് മൊത്തവും ഓർപ്പിക്കുകയാണ്. നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവരുടെ പക്ഷം തിരിയുകയില്ല, അവർ നിന്റെ പക്ഷം തിരിയും. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ഞാൻ ലോകക്കാരനെ പോലെ ആകത്തില്ല, ലോകക്കാരനെ എന്നെ പോലെയാകും. ഞാൻ ജഡീകനെ പോലെ ആകത്തില്ല, ജഡീകനെ എന്നെ പോലെയാകും. ഇത് അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. കാലത്തിൻ്റെ പോക്കിൽ കാലത്തിനൊത്ത കോലമെന്ന് നമ്മൾ മാറാതെ, കാലം എൻ്റെ കാൽ കീഴിൽ നിൽക്കണം എന്ന ആശയത്തിൽ കാലത്തെ ചവിട്ടി കാൽ കീഴാക്കത്തക്കവണ്ണം ഒരു ദൈവകൃപ പ്രാപിക്കുന്നത് ആണ് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഒരു ലക്ഷണം. അതുകൊണ്ട് അത് നമുക്കുണ്ടായിരിക്കണം. ആത്മപൂർണനായ ഒരു ബിസിനസ്സുകാരൻ എന്ന് സ്തേഫാനോസിനെ വിളിച്ചു. സ്തേഫാനോസ് പിന്നത്തേതിലൊരു പ്രസംഗകനായി മാറി. വേദപുസ്തകത്തിൽ കാണുന്ന അപൂർവ പ്രസംഗങ്ങളിൽ ഒരെണ്ണമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നത്. ഞാൻ എടുക്കുന്നില്ല. അതിനകത്തെ ന്യായങ്ങൾ, അതിനകത്തെ ആർഗ്യുമെൻറ്റ്സ്, അതിനകത്തെ തത്വചിന്തകൾ അതിഭയങ്കരമാണ്. യഹൂദന്മാരുടെ പ്രമാണികൾ, നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് സ്തേഫാനോസിനെതിരെ കേസ് ഉണ്ടാക്കേണ്ടതിന് വേണ്ടി സ്തേഫാനോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്നും വിജയിക്കാതെ വന്നതോടുകൂടെ അദ്ദേഹത്തിനെതിരെ പ്രചരണങ്ങൾ നടത്തി, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. കള്ളസാക്ഷികളെ കൊണ്ടു നിർത്തി ചെയ്തിട്ടില്ലാത്തത് ചെയ്തെന്ന് പറയിപ്പിച്ചു, പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞെന്ന് പറയിപ്പിച്ചു. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തതും പറഞ്ഞിട്ടില്ലാത്തതും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെന്നും കള്ളസാക്ഷികളെ നിർത്തി കള്ളസാക്ഷ്യം പറയിപ്പിച്ച് ജനഹൃദയങ്ങളെ തങ്ങളിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചു. എനിക്കറിയാം, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആരെക്കുറിച്ചും ഇത്തരം കിംവദന്തികൾ ധാരാളമുണ്ട്. ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ജനഹൃദയങ്ങളെ തിരിച്ചു കളയേണ്ടതിന് വേണ്ടി, ജനഹൃദയങ്ങൾ അവരിൽ നിന്ന് ചെതറിക്കേണ്ടതിനു വേണ്ടി പിശാച് വളരെ ശ്രമിക്കും. അത് സ്തേഫാനോസിനെതിരെയും ചെയ്തു.
സ്തേഫാനോസിനെ ലീഗലായി ചോദ്യം ചെയ്യാവുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. പക്ഷെങ്കിൽ യഹൂദന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആത്മനിറവ് തൻ്റെ മേലുണ്ടായിരുന്നതിനാൽ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ ദൈവം തന്നെ നിറച്ചതിനാൽ, വേദപുസ്തകത്തിൻ്റെ ചെറിയതായ കാര്യങ്ങൾ വരെ വിശദീകരിച്ചു കൊടുക്കുവാൻ ഒരൊറ്റ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്നോട് എതിര് പറയുവാൻ വന്ന പുരോഹിതന്മാർ, ന്യായശാസ്ത്രികൾ, വേദശാസ്ത്രികൾ, പരീശന്മാർ, സാദൂക്യർ എന്നിങ്ങനെ ഒരുത്തന് ചെറുത്തു നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള വളരെ മൈന്യൂട്ടായ വിഷയം മുതൽ ഗൗരവമേറിയ വിഷയങ്ങൾ വരെ സകല ചോദ്യത്തിൻ്റെയും മറുപടികൾ ഒരുമിച്ച് നിരത്തുന്ന ഒറ്റ പ്രസംഗം പറയാൻ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 5 കൊല്ലം ശ്രമിച്ചാൽ ഒക്കത്തില്ല. അതുപോലൊരു പ്രസംഗം പറയാൻ സ്തേഫാനോസ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ ന്യായാധിപ സംഘങ്ങളിൽ നേരിടുമ്പോൾ പറയേണ്ടത് എന്തെന്ന് ഓർത്ത് ബുദ്ധിമുട്ടണ്ട. തക്ക സമയത്ത് നാവിൻ്റെ മേൽ തരുമെന്ന് പറഞ്ഞ കർത്താവ് ആത്മസാന്നിധ്യം തന്നോടുകൂടെ പകർന്നതിനാൽ, അതേസമയം മറക്കരുത്, ആത്മസാന്നിധ്യം വന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ഉള്ളിലൊരു പരിജ്ഞാനം നമുക്കുണ്ടെങ്കിലേ മതിയാകത്തുള്ളൂ. പോൾ യോങ്കുച്ചോ പറഞ്ഞിട്ടുള്ള ഒരു പദം ഞാൻ കൂടെ ആവർത്തിക്കാറുണ്ട്. ബിൽഡിംഗ് ബ്രിക്സ് ആർ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനവും നാം കാണാതെ പഠിച്ച തിരുവചന ഭാഗങ്ങളുമാണ് നമ്മുടെ ബിൽഡിംഗ് ബ്രിക്സ്. പരിശുദ്ധാത്മാവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഏത് രൂപത്തിലും ആ ബിൽഡിംഗ് ബ്രിക്സ് കൊണ്ട് ഒരു കെട്ടിടം പണിയാനായി കഴിയും. നമ്മൾ ഈ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ നേരെയുള്ള ഭിത്തികൾ മുഴുവനും ബ്രിക്സ് കൊണ്ട് പണിതാണ്. അതേ ബ്രിക്ക് കൊണ്ടാണ് മൂലയും പണിതിരിക്കുന്നത്, മറക്കണ്ട. അതേ ബ്രിക്ക് കൊണ്ടാണ് മൂലയും പണിതിരിക്കുന്നത്. മൂലയായി കെട്ടിത്തിരിക്കേണ്ടിടത്ത് മൂലയായി, സർക്കുലർ ഫോമിൽ കെട്ടിത്തിരിക്കേണ്ടിടത്ത് സർക്കുലർ ഫോമായി കെട്ടിത്തിരിക്കുവാനുള്ള കഴിവ് ആ ശില്പിക്കുള്ളതുപോലെ, ബിൽഡിംഗ് ബ്രിക്സ് സകലത്തിനും ഉപയോഗിക്കുന്നത് പോലെ, നാം ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന, കാണാൻ മനഃപ്പാടമാക്കിയ ദൈവത്തിൻ്റെ തിരുവചനമാണ് നമ്മുടെ ബിൽഡിംഗ് ബ്രിക്സ്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം? സ്തേഫാനോസൊക്കെ എഴുന്നേറ്റ് എന്ന് പറയുന്ന പ്രസംഗത്തിനകത്ത് ആദ്യം മുതലുള്ള മുഴുചരിത്രവും, ക്രിസ്തു വരെയുള്ള മുഴുചരിത്രവും, 1000 വർഷങ്ങളുടെ ചരിത്രം തിരുവചനത്തിൽ നിന്നും ചെകഞ്ഞു പൊക്കിയെടുത്ത് വേണ്ട പദങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് മാല പോലെ കോർത്ത്, നാളെ നീ കോടതിയുടെ മുമ്പിൽ നിൽക്കണം, തയ്യാറായി പോരണമെന്ന് ആരും പറഞ്ഞിട്ടല്ല, സദാസമയവും തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഏവനോടും സാവധാനതയും ഭയഭക്തിയും പൂണ്ട് മറുപടി പറയുവാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് സമയമെടുക്കുന്നവർക്കായി സ്തോത്രം. അങ്ങനെ സ്തേഫാനോസിൻ്റെ ജ്ഞാനത്തിൽ സ്തേഫാനോസ് ഉയർന്നു വന്നു. സ്തേഫാനോസ് ഉയർന്നു വരുവാൻ കാരണം എന്തായിരിക്കാം? ഇനിയുമാണ് ഞാൻ ആ ഒരു ഭാഗത്തോട്ട് പതുക്കെ തിരിയുന്നത്. സ്തേഫാനോസ് അങ്ങനെ ഉയർന്നു വരാൻ കാരണം എന്തായിരിക്കാം? ആളുകൾക്ക് ആഹാരം വെച്ച് വിളമ്പി കൊടുക്കുക. മറക്കണ്ട, തൻ്റെ സെക്യുലർ ജോലി കഴിഞ്ഞ ശേഷമാണ്. തന്നൊരു ബിസിനസ്സുകാരനാണ്, താൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ സമയം അതിനെടുത്ത ശേഷം തനിക്ക് മിച്ചം കിട്ടുന്ന സമയം കൊണ്ട് തൻ്റെ സഭയുടെ ജോലി ചെയ്തു. ഇനിയും സമയം വീണ്ടും മിച്ചമുള്ളതിന് ആളുകളോട് പേഴ്സണലി അവരുടെ ഡൗട്ട് തീർത്തു. ഇന്നിങ്ങോട്ട് പുതുതായി വന്ന ജാതികളിൽ നിന്ന്, അന്ന് യഹൂദന്മാരിൽ നിന്നേ ഉള്ളൂ, യഹൂദന്മാരിൽ നിന്ന് വന്നതായ ആളുകൾക്ക് 1000 സംശയങ്ങളാണ്. കാര്യം ഇവരെ സംശയിപ്പിക്കുന്ന പിശാചെന്ന ശക്തി ഇവരുടെ പുറകെ അങ്ങ് നടക്കുക. ഈ മീഡിയക്കാരൊക്കെ ഈ രൂപത്തിൽ വരുന്നത് ഇന്നാണെങ്കിലും അന്ന് തന്നെ ഇതിനകത്തെ പ്രധാനപ്പെട്ട പുള്ളി പിശാച് അവൻ അന്നും രംഗത്തുണ്ട്. ആളുകളെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചുകൊണ്ടിരിക്കും, അതും ഇതും പറയിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് മുഴുവൻ സ്തേഫാനോസ് മറുപടി പറഞ്ഞിട്ടുണ്ടാവണം. സ്തേഫാനോസിന് ലഭിച്ച സമയം ആളുകളോട് സംസാരിക്കാൻ ഉപയോഗിച്ചു. ആളുകളെ പണിയുവാൻ, കെട്ടുപണി ചെയ്യുവാൻ, നമ്മൾ അന്യോന്യം കൃപാവരങ്ങൾ കൊണ്ട് ശുശ്രൂഷിക്കുക. ഞാൻ ആടിനും ഇടയിൽ ന്യായം വിധിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുത്തവന് അധികം മാനത്തിന് യോഗ്യനായി വരുവാൻ കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. നമ്മൾ വിശ്വാസത്തിൽ നിന്ന് ഇളക്കുന്ന ആശയങ്ങളല്ല. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ ആഗ്രഹം ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, എൻ്റെ ആഗ്രഹം ഏതു പുരുഷനെയും വിശ്വാസത്തിൽ തികഞ്ഞവനാക്കുക. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ വിജയിച്ച സഭകൾ, വളർന്ന സഭകൾ, പ്രയോജനപ്പെട്ട പ്രസംഗങ്ങൾ, പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാർ, ഇവരൊക്കെ ആയിരിക്കും എൻ്റെ ഉദാഹരണങ്ങൾ. പക്ഷെ പിശാച് ഒരു കൂട്ടം സുവിശേഷകന്മാരെ അയക്കുകയാണെങ്കിൽ അത് സുവിശേഷമല്ല, അതിന് വിപരീത പദം എന്തുവാ? ദുഷ്ടോപദേശം. അങ്ങനെ അങ്ങോട്ട് പറയാൻ തൽക്കാലം സുവിശേഷമല്ല, ദുർവിശേഷം. അത് പറയാൻ വേണ്ടി അങ്ങോട്ട് വിട്ടാൽ തികഞ്ഞവനെ പോലും വീഴ്ത്തുക, കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴ്ത്തുക എന്നതായിരിക്കും പിശാചിൻ്റെ ആഗ്രഹം. അതിനവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? പൊളിഞ്ഞു പോയ ശുശ്രൂഷകൻ, നടക്കാതെ പോയ പ്രവചനം, വഴക്കിട്ട സഭ, ഇതൊക്കെയായിരിക്കും അവൻ്റെ ഉദാഹരണങ്ങൾ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവസഭയെ പണിയേണ്ടതിന് വേണ്ടി യോഗ്യമായ ഉദാഹരണങ്ങളും ആശയങ്ങളും എടുത്ത് കാണിച്ച് കൊണ്ടുപോകുന്ന സ്തേഫാനോസ് ചെയ്തതിന് ഒത്തവണ്ണം ദൈവം തൻ്റെ മേൽ പകരാൻ തുടങ്ങി. വിദ്യ
വിദ്യയെക്കുറിച്ച് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വിദ്യ അതൊരു പേരല്ല. വിദ്യ എന്ന പദത്തെക്കുറിച്ച് മലയാളം പറയുന്ന വിദ്യാഭ്യാസം എന്നതിന് ഉപയോഗിക്കുന്ന തനി മലയാളമാണ് വിദ്യ. വിദ്യ എന്നതിനെക്കുറിച്ച് മലയാളം പറയുന്നത് ഇത് കൊടുക്കും തോറും വർദ്ധിച്ചു വരുന്നതാണ്. അങ്ങോട്ട് എത്രയും കൊടുക്കുമോ അത്രയും വിദ്യ വർദ്ധിച്ചു വരുന്നതാണ്. ഒരുവനെ പണിയുവാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടാൽ ഞാൻ തന്നെ വളരും. അതാ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് പകൽ ആരെങ്കിലും ഒരാൾ വളർന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വേറൊരാളിനെ വളർത്താൻ നിങ്ങൾ ശ്രമിച്ചു കാണത്തില്ല. ആടിനും മധ്യേ ന്യായം വിധിക്കുമ്പോൾ ചിലതിന് 5 മാർക്കും വേറെ ചിലതിന് 100 മാർക്കും ഇട്ടുവിടുമ്പോൾ കർത്താവേ എനിക്കും ഒരു ന്യായവിധി ദൈവം മുമ്പിൽ ഉണ്ട്, അതുകൊണ്ട് യോഗ്യമായി പണിയണമേ. അങ്ങനെ സ്തേഫാനോസ് വളരുവാൻ തുടങ്ങി. ഇതോടുകൂടെ കൃപാവരങ്ങൾ സ്തേഫാനോസിൻ്റെ മേൽ വന്നു. സ്തേഫാനോസിൻ്റെ ബേസിക് ജോലി എന്താണ്? കുക്ക്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പേര്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പേര്? സപ്ലയർ അല്ലെങ്കിൽ വെയിറ്റർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പേര്. ചെയ്തു വരുന്ന ജോലി എന്താണ്? തനിക്ക് ലഭിച്ച കടമയോടുകൂടെ ദൈവത്തെ ഉയർത്തുക. പക്ഷേ മുഴു സഭയും തൻ്റെ കൂടെയുണ്ട്. കാര്യം ഈ സഭ മുഴുവനും തൻ്റെ മേൽ ഒരിക്കൽ കൈ നീട്ടുക. 2, അപ്പോസ്തലന്മാർ തൻ്റെ കൂടെയുണ്ട്. കാര്യം അവർ കൈവച്ചതാണ്. 3, പരിശുദ്ധാത്മാവ് തൻ്റെ കൂടെയുണ്ട്. കാര്യം പുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ ഓർഡൈൻ ചെയ്തതാണ്. ആ കുക്ക് എന്ന പേരിൽ നിന്നുകൊണ്ട് കൃപാവരത്തിൻ്റെ ശുശ്രൂഷകനായി സ്തേഫാനോസ് മാറി. അവസരം ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചു? കൂടെ കിട്ടിയവരെ കർത്താവിൽ പണിയുവാൻ ശ്രമിച്ചു. തെളിവ്, അതുകൊണ്ട് താനൊരു പ്രഭാഷകനായി മാറി, ശക്തിയേറിയ ഒരു വാഗ്മിയായി മാറി. നമുക്ക് അദ്ദേഹത്തെ പോലെ ഒന്ന് നിൽക്കാൻ കഴിയുമോ? ലിബിത്തീനർ വന്ന് അദ്ദേഹത്തോട് തർക്കിച്ചുവെന്ന് 10-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10:36 നസ്രയനാകുന്ന യേശുവിനെ ദൈവം ആത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും നിറച്ചു. നസ്രയനാകുന്ന യേശുവിനെ നിറച്ചതുപോലെ തന്നെ സ്തേഫാനോസിനെ നിറച്ചു. മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസം കാണും, അളവിന് വ്യത്യാസം കാണും. നസ്രായനാകുന്ന യേശുവിനെ ഏത് രീതിയിൽ ദൈവാത്മാവ് നയിച്ചോ, ആത്മാവിനാലും ശക്തിയാലും നിറച്ചുവോ, അതേ മാർഗത്തിൽ തന്നെ സ്തേഫാനോസിനെയും ദൈവം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ശുശ്രൂഷ ഏൽപ്പിച്ചു. ദൈവമേ, കുക്കായിട്ട് അഭിഷേകം ചെയ്ത ഒരുത്തൻ ഇന്ന് രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നു. ഇതെന്തൊരു കളിയാ? ഇതാണ് സമയം പ്രയോജനപ്പെടുത്തുന്നവനെ ദൈവം ഉപയോഗിക്കുന്നത്. എല്ലാവരും 7 പേര് ഒരുമിച്ച് കുക്കായി ഇങ്ങോട്ട് അഭിഷേകം ചെയ്ത് വിട്ടപ്പെട്ടു. അതിനകത്ത് ഒരുത്തൻ ഉയർന്ന് സ്തേഫാനോസായി മാറി. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ക്രിസ്ത്യൻ മണ്ഡലത്തിലെ 1ാമത്തെ രക്തസാക്ഷിയാണ്. പക്ഷെ അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തെ എറിയാൻ വേണ്ടി ആളുകൾ വട്ടത്തിൽ കല്ലെടുത്തപ്പോഴത്തേക്ക് മേളിൽ സ്വർഗം തുറന്നു കഴിഞ്ഞു. അതൊരു പ്രത്യേക ആശയമാണ്. ഞാൻ ആശയത്തിലൂടെ പോകത്തില്ല. ആ ആശയം ഇങ്ങനെയാണ്: തന്നെ എറിയുവാൻ വേണ്ടി വട്ടത്തിൽ കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ സ്വർഗം തുറന്നു കഴിഞ്ഞു. കാര്യം ഇതിനു മുമ്പൊരു രക്തസാക്ഷി ക്രിസ്തീയ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യം വരാൻ പോകുന്ന രക്തസാക്ഷിയാണ്. വരാൻ പോകുന്ന രക്തസാക്ഷികൾ സ്വർഗത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് കാണേണ്ടതിനാണ്. സ്വർഗം തുറന്നു. സ്തേഫാനോസ് മേളിലോട്ട് നോക്കി ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ വട്ടത്തിൽ മുഴുവനും കല്ലുമായിട്ട് ആളുകൾ നിൽപ്പുണ്ട്. ഇന്ന് നമ്മൾ പവർ പോയിൻ്റ് ഉപയോഗിക്കുന്നില്ല. എനിക്ക് നേരം കിട്ടാഞ്ഞത് കൊണ്ടാണ് പവർ പോയിൻ്റ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സ്തേഫാനോസിനെ കല്ലെറിയുന്ന രംഗം നമുക്ക് ഇന്ന് അങ്ങും ഇങ്ങുമൊക്കെ ആർട്ടിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിക്ചർ നമുക്ക് കിട്ടും. ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ഓർത്തായിരുന്നു. സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ മതഭ്രാന്തന്മാർ അദ്ദേഹത്തെ ശൂലം കൊണ്ട് കുത്തിക്കൊല്ലുന്നതും കല്ലെറിഞ്ഞു കൊല്ലുന്നതുമായ ചിത്രവും എൻ്റെ കയ്യിലുണ്ട്. അതും ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ചിത്രമാണ്, എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്ന് കാണിക്കണമെന്ന് ഞാൻ ഓർത്തു. 2 ആദ്യത്തെ രക്തസാക്ഷിയായി മണ്ണിൽ വെളിപ്പെടുവാൻ പോകുന്ന സ്തേഫാനോസിനോട് സ്വർഗത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് കാണിക്കേണ്ടതിന് സ്തേഫാനോസ് മുകളിലേക്ക് നോക്കുകയും ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. സാധാരണ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന തൻ്റെ പുത്രനായ ക്രിസ്തു എന്ന, അങ്ങനെയാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? ഇരിക്കുക. കിടക്കുകയല്ല, നിൽക്കുകയല്ല, ഇരിക്കുക. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. എത്ര നാളായി ഇരിപ്പ് തുടങ്ങിയിട്ട്? എത്ര നാളിൽ ഇരിക്കട്ടെ, അവിടെ ഇരിക്കുക. പക്ഷെ സ്തേഫാനോസ് കാണുന്നത് ഇരിക്കുന്നതായിട്ടല്ല, എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മോനെ, ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് നിന്നുകൊണ്ട് ചെയ്യുന്നത്. മോനെ സ്തേഫാനോസേ, നിന്നെ അവർ കല്ലെറിയുമ്പോൾ നിനക്കധികം വേദന ഉണ്ടാകാതെ പിടിച്ചു നിൽക്കുവാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരിക്കൽ റഷ്യയിൽ നിന്ന്, റുമേനിയയിൽ നിന്ന് സുവിശേഷത്തിനു വേണ്ടി കൊല്ലപ്പെടേണ്ടതിനായി വിധിക്കപ്പെട്ട ഒരു ബാലകൻ, 16 വയസ്സുള്ള ഒരു ബാലകൻ, 16 17 സംതിങ്, 18 താഴെയാണ്.
ഒരു ബാലകൻ അവനെ കൊന്നുകളയുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. നിങ്ങൾ ചോദിച്ചേക്കാം 18 വയസ്സിന് താഴെയുള്ളവനെ കൊല്ലുമെന്ന്. എൻ്റെ പൊന്നെ, ഗവൺമെൻറ് തീരുമാനിച്ചാൽ 10 വയസ്സുള്ളവനെ 30 വയസ്സുകാരനാണെന്ന് പ്രഖ്യാപിച്ചാൽ ആരാ ചോദിക്കാൻ? എന്തെല്ലാം നടക്കുന്നത് നമുക്കറിയാൻ വയ്യാത്തൊന്നും അല്ല. രണ്ടായാലും 16 വയസ്സെന്നെ ഓർമ്മ അവനെ കൊന്നുകളയുവാൻ, തൂക്കിക്കൊല്ലുവാൻ വിധിയുണ്ടായി. അവനെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേ രാത്രിയിൽ അവൻ്റെ അപ്പൻ്റെ പേർക്ക് ഒരു എഴുത്തെഴുതി. നാളെ രാവിലെ തൂക്കിലിടാൻ പോകുകയാണ്. തലേ രാത്രിയിൽ അവൻ്റെ അപ്പൻ്റെ പേർക്ക് ഒരു എഴുത്തെഴുതി. എങ്ങനെയോ ആ എഴുത്ത് അപ്പൻ്റെ കയ്യിൽ എത്തിച്ചു. ആ എഴുത്തിനകത്ത് എഴുതിയിരുന്നത്, നാളെ രാവിലെ നിങ്ങളൊക്കെ എഴുന്നേൽക്കുകയും എൻ്റെ ഈ കത്ത് കാണുകയും ചെയ്യുന്നതിന് മുന്നമേ എൻ്റെ ശരീരം ഇവിടുത്തെ തൂക്കുമേടയിൽ ആടുന്നുണ്ടാവും. നാളെ രാവിലെ എന്നെ കൊല്ലുവാൻ വേണ്ടിയാണ് വിധി പോലും വീടുകളിൽ അറിയിക്കത്തില്ല, കൊന്ന ശേഷമേ അറിയിക്കത്തുള്ളൂ. ഇതാണ് സ്ഥിതി. എനിക്ക് ഭയമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇല്ല, എനിക്ക് ഒരു ഭയവുമില്ല. കാര്യം, കഴിഞ്ഞ ചില ദിവസങ്ങൾ വരെ എനിക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ ഒരു ദൂതൻ എനിക്ക് പ്രത്യക്ഷനായി. ദൂതനെ കുറിക്കുന്നൊരു വിശദീകരണം അവൻ എഴുതിയിട്ടുണ്ട്. ഒരു ദൂതൻ എനിക്ക് പ്രത്യക്ഷനായി, ധൈര്യമായിരിക്കുക എന്ന് എന്നോട് പറഞ്ഞു. ആ വാക്ക് എൻ്റെ കർണപുടങ്ങളിൽ വീണതോടുകൂടെ എനിക്ക് ധൈര്യമായി. എനിക്ക് മരണത്തെ ഭയമില്ല. ഞാൻ മരിക്കാൻ പോകുകയാണ്. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നിൽക്കൂ, കർത്താവിന് വേണ്ടി നിൽക്കൂ എന്നായിരുന്ന എഴുത്തിൻ്റെ രത്നച്ചുരുക്കം. സ്തേഫാനോസേ, അങ്ങേ കല്ലെറിയാൻ പോകുകയാണ്. ഒന്നും നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല. ഞാൻ നിന്നെ നോക്കിക്കോളാം. മാത്രമല്ല, നീ മരിച്ചാൽ നിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാ. ഇത് പറഞ്ഞുകൊണ്ട് യേശു എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കണ്ടു. സ്തേഫാനോസ് ആ യേശു ഭൂമിയിൽ പ്രാർത്ഥിച്ച ഒടുവിലത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ച, കർത്താവേ, ഇവരീ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, പക്ഷേ എൻ്റെ പ്രാണൻ തൃക്കരങ്ങളിൽ. യേശു അങ്ങനെ തന്നെയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രാണൻ തൃക്കരങ്ങളിൽ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തതുപോലെ സ്തേഫാനോസ് മാറ്റപ്പെട്ടു. ആ പേര് ചരിത്രത്തിൽ നിന്ന് മായത്തില്ല, ചരിത്രം മുഴുവനും തുടരുകയാണ്. എന്തായിരുന്നു അപ്പോയിൻമെൻറ്റ്? കുക്ക്. എന്തായിരുന്നു ഓർഡിനേഷൻ? വെയിറ്റർ. ഏത് സ്ഥാനം വരെ എത്തി? അന്യോന്യം ശുശ്രൂഷിച്ചതിനാൽ, മറ്റുള്ളവരെ ശുശ്രൂഷിച്ചതിനാൽ തിരുവചനം പഠിച്ചു. അന്ത്യത്തിങ്കിൽ, മരണത്തിങ്കിൽ യേശു എഴുന്നേറ്റു എന്ന് സ്വീകരിക്കുമാറ് തന്നെ കൊണ്ടുപോകുന്നതായി കാണുവാനായി കഴിയും. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് അധികം ഇനി വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം എൻ്റെ സമയവും അതുപോലെ കുറവാണ്. രണ്ടാമത്, ഫിലിപ്പോസ് എന്നൊരാളിനെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനിടയ്ക്ക് പൗലോസിനെ ഒന്നും തൊടാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഫിലിപ്പോസിനെ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പോസിനെ കുറിച്ച് 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന് തിരുവചനത്തിൽ തുടർന്ന് രേഖകൾ കാണാം. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ്, സ്തേഫാനോസ് ഒന്ന് മാത്രമേ ബൈബിളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ സ്തേഫാനോസിനെ കണ്ടിട്ടില്ല. സ്റ്റീഫൻ എന്ന പേരുണ്ട്, എന്നാൽ സംശയിക്കത്തക്കതുപോലെ, തെറ്റിദ്ധരിക്കത്തക്കതുപോലെ വേറൊരു സ്റ്റീഫനെ കണ്ടിട്ടില്ല. പക്ഷേ ഫിലിപ്പോസ് അങ്ങനെയല്ല. പല ഫിലിപ്പോസന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു, ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫിലിപ്പോസിനെ കുറിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിന് ശേഷം 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു. കാര്യം അന്ന് ഒരു 7 പേരെ മുന്നോട്ട് വിളിച്ചു നിർത്തി അഭിഷേകം കൊടുത്തല്ലോ അധികാരം കുക്ക്. ആ 7 പേരിൽ ഒരുവനായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസും ഇതുപോലെ തന്നെ വിളമ്പുന്ന കൂട്ടത്തിൽ ആളുകൾക്ക് സംശയമുള്ളത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾ ഈ ലോകകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയാതെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചിലർ എനിക്ക് ഫോൺ ചെയ്യുമ്പം ഇപ്പം അങ്ങനത്തെ ഒരൊന്നും ഇല്ല, അവരൊക്കെ വിളി നിർത്തിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. രാവിലെ എന്നാ കഴിച്ചു, പിന്നെ എന്നാ ഉണ്ട് വിശേഷം, എൻ്റെ പൊന്നെ വലിയ കൊള്ളാവുന്ന കാര്യം പറ, രാവിലെ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിനക്കെന്നാ. എൻ്റെ അത്രയും മിനിറ്റുകൾ കൊല്ലാതെ, എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് കളയാതെ പിന്നെന്നാ ഉണ്ട് വിശേഷം. ഇവിടെ പറയാനുള്ള വിശേഷം പറയാൻ തയ്യാറായിട്ടാണ് വിളിക്കുന്നത്, അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കാത്ത വിശേഷങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ ഒരിക്കലും കിന്നരിച്ചു ചോദിക്കുകയെന്ന്. അത് കൂടുതലും നുണ പറയുന്നവരുടെ സ്വഭാവത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഇടഞ്ഞിറങ്ങി എന്നിട്ട് പിന്നെ അത് അപ്പുറത്ത് പോയി പറഞ്ഞു, ഇപ്പുറത്ത് പോയി പറഞ്ഞു, മറ്റിടത്ത് പോയി പറഞ്ഞു, അറിഞ്ഞോ കേട്ടോ പ്രാർത്ഥിക്കാൻ മാത്രം പറയുകയാണ്, വേറെ ആരോടും പറയണ്ട, പിന്നെ ഇതുപോലെ രഹസ്യമായിട്ട് എല്ലാവരെയും അറിയിച്ചിരിക്കണമെന്ന് മാത്രം. പോട്ടെ, ഞാനങ്ങ് മുന്നോട്ടങ്ങ് മാറുകയാണ്. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ ഉണ്ടായിരുന്നതും മുഴുവനും ദൈവകാര്യമാണ്. അതുകൊണ്ട് ആളുകളെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. ഒരു ദിവസം ഒറ്റയ്ക്കൊരു മനുഷ്യനെ ഒന്ന് ഉറപ്പിക്കണമെന്ന് തോന്നി. കാരണം യെരുശലേമിൽ നമസ്കരിക്കാൻ വന്ന ശേഷം മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കന്നക്കാരാജ്ഞിയുടെ ഷണ്ണനായ ഒരു എത്യോപ്യനെ കാണുകയും പരിശുദ്ധാത്മാവിന് ബോധ്യമായി, ഇവൻ ഈ വായിക്കുന്നത് പോരാ, ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു കൊടുക്കണം.
വായിച്ചത് കൊണ്ട് മാത്രം പോരാ, പറഞ്ഞു കൊടുക്കണമെന്ന് അഭിപ്രായമുള്ളപ്പോൾ ആരെ പറഞ്ഞു വിടും? ചിലർക്കെല്ലാം ചില പ്രത്യേക ശുശ്രൂഷകളുണ്ട് കേട്ടോ. ആ ശുശ്രൂഷയുള്ളവരെ മാത്രമേ ദൈവം അവിടേക്ക് പറഞ്ഞു വിടത്തുള്ളൂ. എന്നെ എങ്ങും ദൈവം പറഞ്ഞു വിട്ടിട്ടില്ലെങ്കിൽ ദൈവം അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത ശുശ്രൂഷയൊന്നും ഇതുവരെ എൻ്റെ ഇല്ല എന്ന് ഒരു ബോധം നമ്മുടെ അകത്തുണ്ടാകണം. അങ്ങനെ ഒരു ശുശ്രൂഷ തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലിരുന്ന് ഈ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്ന തൻ്റെ തൃക്കണ്ണുകൾ അയച്ചു നോക്കുമ്പോൾ ഇരിക്കുന്നു ഒരു ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് വചനം വായിച്ചിട്ട് മനസ്സിലാകാത്തവർക്ക് 5000 എണ്ണത്തെ നിന്റെ മുമ്പിലോട്ട് തന്നപ്പോൾ യോഗ്യമായി ശുശ്രൂഷിച്ച ഫിലിപ്പോസേ, എനിക്ക് നിന്നെ തൽക്കാലത്തേക്ക് ആവശ്യമുണ്ട്. എത്യോപ്യയിലെ രാജ്ഞിയുടെ ഷണ്ണനായ അവളുടെ സകല ഭണ്ണാരത്തിനും മേൽവിചാരകനായ ഒരു എത്യോപ്യൻ തിരിച്ചു പോകുന്നുണ്ട്. അവൻ ആരാധിക്കാൻ വന്ന് വെച്ച് തിരിച്ചു പോകാണ്. എത്യോപ്യ ചെല്ലുന്നതിന് മുമ്പ് ഇവനെ പിടിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഇവന് തിരുവചനം വിശദീകരിച്ചു കൊടുക്കണം. നീ എഴുന്നേറ്റ് ആ ഷണ്ണൻ്റെ അടുക്കിലേക്ക് പോ. പരിശുദ്ധാത്മാവ് അവനെ അവിടേക്ക് നടത്തി. എന്തേ കാരണം? വചനം വായിച്ചിട്ട് ഗ്രഹിക്കാത്തവരെ ഗ്രഹിപ്പിച്ചു കൊടുക്കുന്ന, ലഭിച്ച ദൈവവചനം കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുന്ന ഒരു സ്വഭാവം ഈ ഫിലിപ്പോസിനുണ്ടായിരുന്നു. 7 ഒരുവനായ ഫിലിപ്പോസ് തൻ്റെ കാലത്തിൻ്റെ പോക്കിൽ, ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയം എടുക്കാതിരിക്കാൻ, മൊത്തം എൻ്റെ പ്രിൻ്റഡ് കോപ്പി ഇരിപ്പുണ്ട്. തന്നെക്കുറിച്ച് പിന്നീട് പറയുന്നത്, തനിക്ക് ഒരു നല്ല കുടുംബം ഉണ്ടായിരുന്നു, ഒരു മാതൃകാ കുടുംബത്തിനായി ദൈവത്തിന് സ്തോത്രം. തനിക്ക് പ്രവചിക്കുന്ന 4 പെൺമക്കളുണ്ടായിരുന്നു. എനിക്ക് പെൺമക്കളില്ല, ഉള്ളത് എൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷെങ്കിൽ പ്രവചനം അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ 2 ഉള്ളൂ. അദ്ദേഹത്തിന് പ്രവചിക്കുന്ന 4 പെൺമക്കളുണ്ടായിരുന്നു. സുവിശേഷകന്മാർ വന്നാൽ തൻ്റെ വീട്ടിലായിരുന്നു മീറ്റിംഗ്. യെരുശലേമിൽ നിന്ന് വന്ന അഗബോസ് പ്രവചിക്കാൻ കണ്ടതും ഈ വീട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലൊരു സഭയുണ്ട്. ഫിലിപ്പോസിൻ്റെ പ്രത്യേകതകളിൽ ഞാൻ ഇറങ്ങുകയാണ്. ഫിലിപ്പോസിൻ്റെ പ്രത്യേകതകൾ: 1, 7 ഒരുവനായി തുടക്കമുണ്ടായിരുന്നെങ്കിലും തനിക്ക് ലഭിച്ച സമയം മറ്റുള്ളവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ, പറഞ്ഞ് ഉറപ്പിക്കുവാൻ താൻ തീരുമാനിച്ചതിനാൽ ആ ശുശ്രൂഷ തൻ്റെ മേൽ നിക്ഷിപ്തമായി. നാളെ ഒരിക്കൽ ഒറ്റപ്പെട്ട വ്യക്തിയെ സുവിശേഷത്തിൽ പറഞ്ഞ് ഉറപ്പിക്കുവാൻ ഒരാൾ തപ്പുന്ന ദൈവം കൃത്യം ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് എത്യോപ്യ രാജ്ഞിയുടെ അടുക്കൽ പോകുന്നത്, ആ ഷണ്ണൻ്റെ അടുക്കൽ പോകുന്നതും സംസാരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ പറഞ്ഞെടുക്കാനുള്ള കഴിവ്, അതുകൊണ്ട് ഭാവിയിൽ തൻ്റെ വീട്ടിൽ ഒരു സഭയായി. തൻ്റെ വീട്ടിൽ തനിക്ക് പ്രവചിക്കുന്ന 4 പെൺകുഞ്ഞുങ്ങളായി. ഒരു സഭ നടത്തണമെന്നുണ്ടെങ്കിൽ കൃപാവരങ്ങളില്ലാതെ ഒക്കത്തില്ല. കൃപാവരപ്രാപ്തർ തൻ്റെ വീടിനകത്ത് തന്നെയായി. അങ്ങനെയുള്ള ഭവനങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇല്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, അതോർത്ത് ഞാൻ ദുഃഖിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഇതുപോലെയുള്ള ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. തൻ്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു, തനിക്ക് മാതൃകാപരമായൊരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന 4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ വന്നാൽ ഇവിടായിരുന്നു താമസിച്ചിരുന്നത്. പൗലോസ് അപ്പോസ്തലനും മറ്റും യാത്ര ചെയ്തു പോകുമ്പോൾ 7 ഒരുവനായ ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസ് എന്ന സുവിശേഷകനോടൊപ്പം പാർത്തു എന്നിങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സുവിശേഷകനായി മാറി. ഇനിഷ്യൽ അപ്പോയിൻമെൻറ്റ് വെറും കുക്കായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ പ്രവാചകികളായി മാറ്റി തന്നെ സുവിശേഷകനായി ഉയർത്തി. തൻ്റെ വീട്ടിൽ ദൈവം ഒരു സഭ ഏൽപ്പിച്ചു, ദൈവത്തിന് വേണ്ടി മാന്യമായി പ്രവർത്തിക്കുവാൻ. ആ സഭയുടെ പ്രവർത്തനം നിസ്സാരമൊന്നുമല്ല. മന്ത്രവാദികൾ കൂട്ടത്തോടെ എഴുന്നേറ്റ് അവരുടെ മാന്ത്രിക പുസ്തകങ്ങൾ കൊണ്ട് ചുടത്തക്കവണ്ണം ഈ 7 പേരിൽ 2 പേരെ ദൈവം ഉപയോഗിച്ച് ചരിത്രമാ തൊട്ടത്. 7 പേരിൽ 2 പേരെ. അടുത്ത ഒരു 4 പേര്, ആ 4 പേര് ബൈ നെയിം, ഞാൻ പേരെടുത്ത് പറയണ്ട, 7 പേരെയാണ് എടുത്തത്. അതിനകത്തെ ആദ്യത്തെ 2 പേർ ഉയർന്നു. അടുത്തുള്ള 4 പേർ കുക്കായി തുടർന്നു. ചാകുന്നത് വരെ കുക്കായിരുന്നു. എന്നെ വിളിച്ച വിളിയതാ മോനെ, അവിടെ നിന്ന് വളരാനെന്നുള്ള വെക്കാഞ്ഞ് വളരാൻ എന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തു. ഒരിക്കലൊരു ആണ്ടർതി യോഗത്തിന് ഒരു സഹോദരൻ എഴുന്നേറ്റൊരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം എന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചേക്കാം, ഹാർവസ്റ്റിലൂടെ ശ്രദ്ധിച്ചേക്കാം. ഒരാണ്ടർതി യോഗത്തിന് ഒരു സഹോദരൻ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറഞ്ഞു. കാര്യം അദ്ദേഹത്തെക്കുറിച്ച് ഒരു 100 കംപ്ലൈൻറ്റ് ചർച്ച വന്നതുകൊണ്ട് കണ്ടവർ ഇങ്ങനെ കുത്തുന്ന വർത്തമാനം പറയുമായിരുന്നു. കണ്ടവർ ഇദ്ദേഹത്തെ വേറൊരു കണ്ണുകൊണ്ട് കാണുമായിരുന്നു. ഇതിനെല്ലാത്തിനും കൂടെ ഒരു മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം ആണ്ടർതി യോഗത്തിൽ തിരഞ്ഞെടുത്ത ഒരു പദമുണ്ട്. അദ്ദേഹം എഴുന്നേറ്റിരുന്ന് പറഞ്ഞ്, കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ദൈവം എന്നെ നടത്തി, ഞാൻ ദൈവം മുമ്പിൽ നടന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, താലന്തുകൾ തന്നത് ദൈവം, കൈകാര്യം ചെയ്തത് ഞാൻ.
ലാഭവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, നഷ്ടവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങളെല്ലാവരെയും കണക്ക് പറയാൻ വിളിച്ചിട്ടില്ല. നിങ്ങളുടെ പണി നോക്ക്, ഞാനും ദൈവം കൂടെ തീർത്തോളാം. എനിക്കും വേണം തിരുവത്താഴം. മോനെ, ആ സ്റ്റാൻഡേർഡിൽ നീ ഒതുങ്ങിയോ? ഈ 6 പേര് 4 പേര് ഈ സ്റ്റാൻഡേർഡിൽ ഒതുങ്ങി അവർ മരിക്കുന്നത് വരെ കൂക്കായിരുന്നു. ഒടുവിലത്തെ ആൾ നിക്കലാവൂസ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. നിക്കലാവൂസിന് അടുത്ത ചില പ്രത്യേകതകൾ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പ്രാവശ്യം തൊട്ടിട്ടുണ്ട്, ഇന്ന് കൂടുതൽ തൊടുന്നില്ല. ചില കാര്യങ്ങൾ വായിച്ചു വിടാൻ താല്പര്യപ്പെടുന്നു. യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവൂസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പോക്കിൽ ഇതേ അവസരം താൻ പാഴാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു. ആദ്യത്തെ 2 പേർ അവർക്ക് ലഭിച്ച അവസരം 5000 പേരോട് ഇടപെടാനുള്ള അവസരം. ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ, മലയാളത്തിൽ പിള്ളേരെ വളർത്തുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചൊല്ലും ചോറും കൂടെ ഒരുമിച്ച് കൊടുത്തു വേണം പിള്ളേരെ വളർത്താനെന്ന്. കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോണം, പ്രായോഗിക ജീവിതത്തിലാക്കണം. ചൊല്ലും ചോറും കൂടെ ഒരുമിച്ച് കൊടുത്തു വേണം പിള്ളേരെ വളർത്താൻ, എന്നെങ്കിലേ പിള്ളേരുടെ ശരീരവും നന്നായിരിക്കത്തുള്ളൂ, ആളും കൊള്ളാവുന്നതായി വരത്തുള്ളൂ. ഞാൻ ഈ ഗുണ്ടുപോലെ ഇരിക്കാൻ കാരണം അല്ല, എൻ്റെ കാര്യമാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ എന്നെ കാര്യമായി നോക്കിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളാരും എൻ്റെ ചെള്ള തല്ലി പറിക്കാത്തതിൻ്റെ കാരണം എൻ്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞു തന്നതുകൊണ്ടാണ്. ചൊല്ലും ചോറും കൂടെ ഒരുമിച്ച് കൊടുത്ത് കുട്ടികളെ വളർത്തണം എന്നതൊരു പ്രമാണമാണ്. തൻ്റെ നിക്കലാവോസ് തനിക്ക് ലഭിച്ച അവസരം മിസ്യൂസ് ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്ന, ചരിത്രത്തിൽ മാത്രമേ ഉള്ള അദ്ദേഹത്തെക്കുറിച്ച് രേഖ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ കാണാം. അത് ഒഴിച്ചാൽ ചരിത്രത്തിൽ മാത്രമേ രേഖയുള്ളൂ. ഇവന് ഒറിജിനലി യഹൂദനല്ല, യഹൂദ മത അനുസാരി എന്നാണ് പറയുന്നത്. യഹൂദ മതാനുസാരി എന്ന് പറഞ്ഞാൽ ഈസ് എ കൺവേർട്ടഡ് ജൂ. അദ്ദേഹം ഒരു ആത്മീയമായ താല്പര്യമുള്ള വ്യക്തിയായിരുന്നതിനാൽ, ഒരുപാട് മതഭക്തനായിരുന്നതിനാൽ, ഒരു കൾട്ട് ഗ്രൂപ്പിൻ്റെ അംഗമായിരുന്നതിനാൽ, ഈ രാത്രിയിലൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഫെയറികൾ വരികയും വർത്തമാനം പറയും. ആത്മലോകത്തിലെ പ്രവചന ശുശ്രൂഷ അല്ല ഞാൻ തൊടുന്നത്. ആത്മലോകത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളോട് ഇടപെടും. ഞാൻ അതിനെക്കുറിച്ച് അല്ല പറയുന്നത്. എന്നാൽ ചില ദുരാത്മാക്കൾ ചില സമയത്ത് ചിലതിനൊക്കെ ആലോചന കൊടുക്കും. ദുരാത്മാക്കൾ ചിലതിന് വെളിപ്പെടും, ചിലതിനോട് ആലോചന പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉള്ള ഫെയറികൾ വന്ന് ചരിത്രം പറയുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിൻ്റെ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് ആത്മീയം വലിയ ഇഷ്ടമാണ്. അതാണോ ശരി, ഇതാണോ ശരി എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം ചുറ്റുവട്ടങ്ങൾ ഒബ്സേർവ് ചെയ്ത് നടക്കുന്ന കൂട്ടത്തിൽ ക്രിസ്ത്യാനികളായി മാറിയ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ ഇടയിലും പ്രവചനങ്ങളുണ്ട്, അവിടെയും ദൂതന്മാർ വരുന്നു, യവനും ദൂതന്മാർ വരുന്നു. അപ്പോൾ ഇതിൽ ഏതാ ശരി ദൂതൻ, ഏതാ തെറ്റ് ദൂതൻ എന്നൊന്നും അറിയത്തില്ല. രണ്ടായാലും ഒരല്പം കൂടെ ആഴത്തിലോട്ട് ഇറങ്ങി പഠിച്ചപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ അക്കൗണ്ടിങ് സിസ്റ്റം ദി ബെസ്റ്റ്, അവരുടെ ഇൻറ്റഗ്രിറ്റി ദ ഗ്രേറ്റസ്റ്റ്, ഇങ്ങനെ ഏത് രീതിയിലും മാതൃകയാക്കാൻ കൊള്ളാവുന്നത് തൻ്റെ പഴയ കൾട്ടല്ല. കൾട്ടെന്ന് പറയുന്നിടത്ത് തന്നെ അക്കൗണ്ടബിലിറ്റിയുടെ തകരാറുണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, ഇന്ന് കൾട്ട് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. നിങ്ങളൊരു കൾട്ടാണെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ്, അവനെ പോലെയാണോ അതോ നമ്മൾ അക്കൗണ്ടബിൾ ആണോ എന്നുള്ളതാണ് ആദ്യം. കൾട്ടിൻ്റെ ഒന്നാമത്തെ ലക്ഷണം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി ആരോടും അക്കൗണ്ട് പറയാതെ, അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ തന്നിഷ്ടത്തിന് പോകുന്നതാണ് കൾട്ട് ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ കൾട്ട് ഗ്രൂപ്പിനെയും ക്രിസ്ത്യാനിത്വത്തെയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ നിക്കലാവൂസിന് മനസ്സിലായി ഇതാണ് ദൈവത്താലുള്ളത്. കാര്യം കൊടുക്കുന്ന ചില്ലി പൈസയ്ക്കും അക്കൗണ്ടുണ്ട്, കൊടുക്കുന്ന സകലതിനും ഉത്തരവാദിത്വമുണ്ട്, ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികളുണ്ട്. ഒരു ദിവസം സ്ത്രീകളെ അഗണ്യമായി വിചാരിക്കുന്നു എന്ന ചിന്തയുടെ പുറത്ത് 7 അംഗങ്ങളുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ തയ്യാറായ ഗ്രൂപ്പ് അവർ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെയാണ് ദൈവം അങ്ങോട്ട് ചേരുക എന്ന് പറഞ്ഞ് ആവശ്യമുള്ള അത്രയും കൺവിക്ഷൻ ഇല്ലാത്തൊരു മാനസാന്തരം. ആർ യു ഗെറ്റിംഗ് മീ? ആവശ്യമുള്ള അത്രയും കൺവിക്ഷൻ ഇല്ലാത്തൊരു മാനസാന്തരം. നമ്മുടെ മാനസാന്തരത്തിൽ എത്രയും കൺവിക്ഷനുണ്ട്. കഴിഞ്ഞ ദിവസം അക്രൈസ്തവ മാർഗങ്ങളിൽ നിന്നും സ്നാനപ്പെട്ട ഒരു മോള് ഇവിടെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ സ്നാനപ്പെട്ട ഒരു മോൾ ഇവിടെ വന്ന് തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും മറ്റും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു.
സംസാരിച്ച കൂടെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, എനിക്കൊന്നൊരു 20ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ വരുന്നത്. എനിക്ക് അവളെ ഓർമ്മയില്ലായിരുന്നു. വന്ന് കണ്ടു. എന്നോട് പറഞ്ഞു, ഞാനൊരു അക്രൈസ്തവനായ ആളുമായി വിവാഹം കഴിഞ്ഞു. പക്ഷേ എൻ്റെ വിവാഹത്തിന് മുന്നമേ നീ ഇഷ്ടമുള്ള ചർച്ചിൽ പോക്കോ എന്നൊരു കണ്ടീഷനിലാണ് എൻ്റെ വിവാഹം നടന്നത്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അത് തെറ്റിപ്പോയി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ? അവിശ്വാസിയുമായി ഇണയില്ല പിന്നെ കൂടരുതെന്നല്ലേ? ഇപ്പം ജീവിതത്തിൽ ഇച്ചിരി കഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അതിനുണ്ടെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അദ്ദേഹവും ഇപ്പം സ്നാനപ്പെട്ടു, ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ചർച്ചിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു, അതൊക്കെ സത്യമാണെങ്കിലും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ കുറ്റം നിൻ്റെ മേലുണ്ട്. അതിൻ്റെ ശിക്ഷ നീ അനുഭവിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. അതിനാര് കേഴ്സ് ബ്രേക്ക് ചെയ്താലും ബ്രേക്ക് ആകത്തില്ല കുഞ്ഞെ, അത് അനുഭവിച്ചേ തീരൂ. കാരണം നീ മുന്നോട്ട് വന്നിച്ച് പുറകോട്ട് പോയതാണ്. നിന്നോട് ഇതിന് മുമ്പേ പറഞ്ഞതല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, പാസ്റ്ററേ, നീ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു അവളിവിടെ. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരിക്കും, ഇപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ആ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയത്താണ് അവൾ സ്നാനപ്പെടാൻ വരുന്നത്. അന്ന് വന്നിരുന്ന 2-3 പേരുടെ കാര്യം ഞാൻ ഒരാളുടെ കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. നമ്മുടെ ഏത് കോളേജായിരുന്നു? അംബേദ്കർ മെഡിക്കൽ കോളേജ്. അംബേദ്കർ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിരുന്ന ഒരു പെൺകുട്ടിയാണ്. അംബേദ്കർ മെഡിക്കൽ കോളേജിനക്കാർക്ക് വേണ്ടി ഞങ്ങൾ അതിൻ്റെ അടുത്തായി ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 വരെയോ 6 മുതൽ 7 വരെയോ സം ഫിക്സഡ് ടൈം, അതോ 4:30 മുതൽ 5:30 വരെയോ, അന്ന് പല മീറ്റിങ്ങുകളാണ് ഓരോ ദിവസവും. ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുമായിരുന്നു. ആ മീറ്റിങ്ങിന് അന്ന് ഒരു മോള് വന്നു. ആ മോള് വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇന്ന് കറക്റ്റ് ടൈമിന് തുടങ്ങി കറക്റ്റ് ടൈമിന് നിർത്തണം, എനിക്ക് കറക്റ്റ് ടൈമിന് പോകണം. ചോദിച്ചു, എന്നോ ഇത്ര ധൃതി? സാധാരണ ഞങ്ങൾ അധിക സമയം ഓവർലാപ്പ് ചെയ്യാറില്ല. 7 മണിക്ക് മീറ്റിംഗ് തീരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7:10 വരെയൊക്കെ പോയെന്ന് വരും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ 6-ന് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6:10 വരെ പോയെന്ന് വരും, അതിൽ കൂടുതലില്ല. ഞാൻ ചോദിച്ചു, എന്താ ഇന്ന് ഇത്ര ധൃതി? അത് എൻ്റെ അമ്മ മരിച്ചു, വീട്ടിൽ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇന്ന് മീറ്റിങ്ങിന് വന്നു. പിന്നെ മീറ്റിംഗ് മിസ് ചെയ്യാൻ നോക്കൂ? എൻ്റെ അമ്മ മരിച്ചു, വീട്ടിൽ കിടക്കുന്നു. ഡെഡ് ബോഡി അറ്റൻഡ് ചെയ്യാൻ എനിക്ക് എളുപ്പം പോയേ പറ്റുള്ളൂ. കറക്റ്റ് 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ പറ്റൂ, അല്ലല്ല ടൈമിന് ഇറങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് കീപ്പ് അപ്പ് ദ ടൈം എന്ന് കറക്റ്റായി ടൈം സൂക്ഷിക്കണം. ആ കമ്മിറ്റ്മെൻറ്റോടെയാണ് ആളുകൾ വന്നിരുന്നത്. ആ കമ്മിറ്റ്മെൻ്റായിരുന്നു ആളുകളിൽ പലർക്കും ഉണ്ടായിരുന്നത്. ആ മോളെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. അന്ന് ഞാൻ അവളോട് ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അവൾ പറഞ്ഞു, പാസ്റ്ററിനോട് പല പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും ആലോചിക്കുക. നിൻ്റെ സ്വന്തം തീരുമാനമാണ്. പക്ഷെങ്കിൽ നിൻ്റെ വിവാഹം ഇങ്ങനെയായിരിക്കണം, വസ്ത്രധാരണം ഇങ്ങനെയായിരിക്കണം, ജീവിത രീതി ഇങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഞാൻ സമ്മതിച്ചിട്ട് പോയി. പക്ഷെങ്കിൽ അക്രൈസ്തവമായ എൻ്റെ ഭവന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസിയുമായ ഒരു വ്യക്തിയുമായി വിവാഹം കഴിക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഞാനൊരു അക്രൈസ്തവനുമായി മാത്രമേ വിവാഹം കഴിക്കാൻ ഒക്കത്തുള്ളൂ എന്ന വീടിൻ്റെ കടുംപിടുത്തം മുറുകി വന്നതോടുകൂടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുമായി ഞാൻ അങ്ങ് പരിചയത്തിലായി. അറിഞ്ഞും കൊണ്ട് വേണമെന്നും കണ്ട് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം എനിക്ക് ഒരു അനുവാദം തന്നു, നിനക്കിഷ്ടമുള്ള ഏത് ചർച്ചിലും പോകാം, നിൻ്റെ ഏത് വിശ്വാസവും നിനക്ക് അനുകരിക്കാം, എന്നെ മാത്രം അങ്ങോട്ട് വിളിക്കരുത്. അവൾ പറഞ്ഞു, അത് പ്രാർത്ഥിച്ച് സാധിച്ചോളാം എന്നുള്ള തീരുമാനത്തിൽ വിവാഹിതരാണ്. എനിക്കെന്നവർ രണ്ടും കൂടെ വീട്ടിൽ വന്നല്ലേ, ഒറ്റയ്ക്കാവുന്നത്. ഞാനും കറക്റ്റ് ഓർക്കുന്നില്ല. രണ്ടുപേരും കൂടെ വീട്ടിൽ ഇവിടെ വെച്ചാൽ 2 പേരും കൂടെ വന്നത്. വീട്ടിലാണ് വന്ന് കണ്ടത്. 2 പേരും കൂടെ വന്ന് കണ്ടത്. 2 പേരും കൂടെ ഒരുമിച്ചിരുന്നു. എനിക്ക് ദൈവവുമായിട്ടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആഴം എത്രയും വലുതാണ്. പലരുടെയും കമ്മിറ്റ്മെൻറ്റിൻ്റെ ആഴം കുറവായതിനാൽ ബലഹീന സാഹചര്യങ്ങളിൽ അവർ പുറകോട്ട് പോകും. പാറസ്ഥലത്ത് വീണ വിത്തിനെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞത്, അതിന് കിളുത്തു വളർന്നെങ്കിലും അധികം മണ്ണില്ലായകയാൽ വേരിന് ആഴമില്ലാതെ പോയതിനാൽ ക്ഷണികന്മാരായതിനാൽ. എൻ്റെ ദൈവമേ, ആ പദപ്രയോഗം ഉണ്ടാകരുതേ. തേണ്ട കുക്കായി നടന്ന പീലിപ്പോസിനെ വിളിച്ചേച്ച് സുവിശേഷകനെന്ന് പേര് മാറ്റി ഇട്ടെങ്കിൽ തൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഫലം കായ്ക്കുമെന്ന് പറഞ്ഞ് തഴച്ചു വരുന്ന എന്നോട് ക്ഷണികനെന്ന് എൻ്റെ കർത്താവ് പറയുവാൻ, കർത്താവ് തരം താഴ്ത്താൻ ഇടയാക്കരുതേ എന്ന് ഇന്ന് നമുക്ക് ദൈവത്തോടെന്ന് പറയാം. ക്ഷണികന്മാരാകയാൽ പെട്ടെന്നങ്ങ് വാടിപ്പോയി. വേറൊന്ന് മുള്ളിനിടയിൽ വീണ വിത്താണ്. ജഡത്തിൻ്റെ മോഹങ്ങളും ധനത്തിൻ്റെ മോഹങ്ങളും അതും കൂടെ വളർന്നു വന്ന് ഞെരുക്കിക്കളഞ്ഞതിനാൽ ഞെരുക്കപ്പെട്ട ക്രിസ്ത്യാനി എന്ന പേര് വരാതെ ഇന്നു പകൽ സകലതും പോയാലും എൻ്റെ അവസരം ഞാൻ ഉപയോഗിക്കുമെന്ന് പറയാം. ഓക്കെ, ഈ നിക്കലവോസിൻ്റെ പ്രത്യേകത, ഈ മനുഷ്യൻ പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഇവൻ്റെ ജീവിത ബലഹീനതയായിരുന്നു. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഈ ബലഹീനത മാറുമോ? ഇല്ല. 100% രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ. ഞാൻ പിന്നെയും ഈ ചർച്ചിൽ ഇത് ആവർത്തിച്ച് പറയുകയാണ്. 100% രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഇത് കാണുകയില്ല. ഇല്ലെങ്കിൽ ഈ ബലഹീന സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. പെൺകുട്ടികളോട് സംസാരിക്കുന്നത് അവന് താല്പര്യമായിരുന്നതിനാൽ വിളമ്പുന്ന കൂട്ടത്തിൽ യോഗ്യമായ ഒരു അവസരം അവന് കിട്ടി. അവൻ അവസരം മിസ്യൂസ് ചെയ്തു. സ്തേഫാനോസ് ഒരുത്തനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. ഫിലിപ്പോസ് ഒരുവനെ കൃപയിൽ പണിയുന്നു. ബാക്കി 4 പേര്
അവരുടെ പാട് നോക്കി ജീവിക്കുന്നു. ഏഴാമനായ നിക്കലാവൂസ് അവൻ്റെ ജഡീക ഇച്ഛകൾക്കൊത്തവണ്ണം നോട്ടത്തിലും സംസാരത്തിലും ഒടുവിൽ സ്പർശനത്തിലും വഴിതെറ്റി. അവൻ്റെ കൈ കൊണ്ട് ഒരു പെൺകുട്ടി വഷളാക്കപ്പെട്ടു. വഷളാക്കപ്പെട്ടതിനെ തുടർന്ന്, ഞാനത് ചുരുക്കുക, കാര്യം പല പ്രാവശ്യം ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. വഷളാക്കപ്പെട്ടതിനെ തുടർന്ന് സമൂഹം അത് ചോദ്യം ചെയ്തപ്പോൾ അവനുണ്ടാക്കിയ പുതിയ തിയോളജിയാണ്, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ പാപമൊന്നും പാപമല്ല, അതെല്ലാം ദൈവം അങ്ങ് ക്ഷമിക്കും. നിക്കലോവിയ ഉപദേശം എന്നതിനെ വിളിക്കും. ചിലർക്കതൊരു ഉപദേശമല്ല, ചിലർക്കതൊരു പ്രാക്ടിക്കലാണ്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, 1-ാമത്തെ ചർച്ചിനോട് നിക്കലോവിയരുടെ നടപ്പ് ഉപദേശം നീ കൈക്കൊള്ളുന്നുണ്ട്. വീണ്ടും പറയുന്നു, നിക്കലോവിയരുടെ നടപ്പ് നീ കൈക്കൊള്ളുന്നുണ്ട്. നിക്കലോവിയരുടെ ഉപദേശത്തിനകത്ത് അതിനും തെറ്റില്ല, ഇതിനും തെറ്റില്ല, മറ്റേതിനകത്തും തെറ്റില്ല, ഇങ്ങനൊരു ആശയം പറയുകയേ ഉള്ളൂ. അതാണ് ഉപദേശം. നടപ്പ് അല്പം കൂടെ വ്യത്യസ്തമാണ്. മിസ്ബിഹേവ് ചെയ്തു, നീ പറഞ്ഞതിനകത്ത് അകപ്പെട്ടു. നിക്കലോവിയ ഉപദേശം വന്നത് ഈ നിക്കലാവോസിൽ നിന്നാണ്. നിക്കലോവിയ ഉപദേശം എളുപ്പമൊന്ന് വായിച്ചു വെച്ച് സമയമൊക്കെ തീർന്നു പോയതുകൊണ്ട് ഞാനങ്ങ് നിർത്തിയേക്കാം. നിക്കലോവിയ ഉപദേശത്തിൽ ഇന്ന് 12 ഘടകങ്ങൾ അടങ്ങുന്നുണ്ട്. ഒന്നാമത്തേത്, പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, നമുക്ക് അങ്ങേരെ വേണ്ട. 2, പുതിയ നിയമത്തിലെ ദൈവം ദയാലുവാണ്, നമുക്ക് അങ്ങേരെ മതി. എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സ്നേഹവാനായ ദൈവം അങ്ങ് നരകത്തിലിട്ട് ശിക്ഷിക്കുമോന്ന്. മോനെ നിക്കലാവോസേ, എടാ നീ ദുർനടപ്പ് ആചരിച്ചതിന് ഞങ്ങൾ എന്ത് ഉത്തരവാദികളെടാ. 3-ാമത്തേത്, ബൈബിളിന് പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മതി, പഴയ നിയമം കൊണ്ട് നടക്കരുത്, വായിക്കരുത്. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഇതെല്ലാം നിക്കലോവിയ ഉപദേശത്തിൽ പെടുന്നതാണ്. ബൈബിളിന് പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മതി. 4, യേശുവിനേക്കാൾ പ്രധാനി പൗലോസ. അത് കൃപയാൽ ആരും പരസ്യമായി പറയുന്നില്ല, ജീവിതത്തിൽ കാണിക്കുന്നത് മാത്രം. യേശുവിനേക്കാൾ പ്രധാനി പൗലോസാണ്. ഞാൻ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു മാസിക എഴുതി പിടിപ്പിച്ചു, M.A. വർഗീസ് പറയുന്നു യേശുവിനേക്കാൾ വലിയവൻ പൗലോസാണെന്ന്. കേട്ടോണേ, ആ ഒരു വാചകം തന്നെ വലിച്ചൂര്യത. അതാണ് സാക്ഷാൽ മീഡിയ. ഒരു മാസികയ്ക്കകത്ത് അതും വന്നു. ഈ ചർച്ചിൽ വേദപുസ്തകം വായിക്കുന്ന കൂട്ടത്തിൽ, തിരുവചനം വായിക്കുന്ന കൂട്ടത്തിൽ വിശ്വസിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞ ബാക്കി ഭാഗങ്ങൾ വിട്ടുകളഞ്ഞേച്ച് ആ ഒരു വാക്യം തന്നെ എടുത്തേച്ച് M.A. വർഗീസ് യേശു നമക്കാരനാന്ന് പറഞ്ഞവരുണ്ട്. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഈ കൂട്ടത്തിലുള്ളതാണ്. കാടും പടപ്പും വേലിയും വിളവും എല്ലാം ഒരുമിച്ച് വളരും. ഞാൻ ഇതിനകത്ത് എന്താണ് എന്നത് ഞാൻ ശോധന ചെയ്യേണ്ടത്. പുനരുത്ഥാനമില്ല. 5-ാമത്തെ ദുരുപദേശമാണ്, പുനരുത്ഥാനമില്ല. മരിക്കുന്നവർ തത്സമയം സ്വർഗത്തിലെത്തുന്നു. ഇത് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. വളരെ പ്രാകൃതമായി അവരത് ആശയം ഉപയോഗിക്കാറുണ്ട്. 6, യേശു മടങ്ങി വരികയില്ല, അതുകൊണ്ട് റാപ്ചർ എന്നൊന്നേ ഇല്ല. ഞാൻ പലപ്പോഴും റാപ്ചറിനെ കുറിച്ച് പറയുമ്പോൾ പദം ബൈബിളിൽ ഇല്ല എങ്കിലും ഇറ്റ്സ് എ ടെക്നിക്കൽ വേർഡ് എന്ന് എടുത്തൊക്കെ വിശദീകരിക്കുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള ദുരുപദേശങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. 7, രക്ഷ കൃപയാലാണ്, ആകയാൽ തുടർന്നുള്ള പ്രവർത്തികൾ ആവശ്യമില്ല. 8, വിശുദ്ധ ജീവിതം ആവശ്യമില്ല, കാര്യം കൃപ ജീവിതത്തേക്കാൾ വലുതാണ്. ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമില്ല, രക്ഷിക്കപ്പെടുന്നവൻ പഴയ മനുഷ്യനായി തുടർന്നാൽ മതി. 9, നാം ചെയ്ത പാപവും ഇനി ചെയ്യുവാൻ ഇരിക്കുന്ന പാപവും യേശു ക്ഷമിച്ച് കഴിഞ്ഞു, അതുകൊണ്ട് പാപം ചെയ്യാൻ മടിക്കണ്ട, ഗോ എഹെഡ്. 10, യേശു മരിച്ചത് ജഡത്തിലും ഉയർത്തത് ആത്മാവിലുമാകയാൽ ജഡത്തിലെ പ്രവർത്തികൾ യേശു നോക്കുന്നില്ല. 11, യേശു വന്നത് ന്യായവിധി, ശിക്ഷാവിധി എന്നിവ മാറ്റാനാണ്, ആരുടെ സ്വഭാവം മാറ്റാനല്ല. കാര്യം ഇവൻ്റെ സ്വഭാവം മാറിയില്ലല്ലോ, അതുകൊണ്ട്. ഒടുവിൽ 12-ാമത്തേത്, ആകയാൽ പാപമെന്നോ ന്യായവിധിയെന്നോ ദൈവസഭയിൽ മേലാൽ മിണ്ടരുത്. 7 പേരെ ഒരുമിച്ച് തിരഞ്ഞെടുത്തതിൽ 2 പേർ അവരുടെ അവസരം ഉപയോഗിച്ചു. അസാമാന്യ ദൈവകൃപ പ്രാപിച്ചവരായി അവർ വളർന്നു, അപ്പസ്തോലിക രംഗങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. ഒരു 4 പേർ ആവറേജ് കുക്കുമാരായി തുടർന്നു. ഡീക്കൻസ് എന്നവരെ വിളിക്കുന്നു, അവർ കുക്കുമാരായി തുടർന്നു. നിക്കലാവൂസ് അവസരം ദുരുപയോഗപ്പെടുത്തി അവൻ നശിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയായിരിക്കും? എനിക്ക് ഒരുപാട് ആശയങ്ങളിലൂടെ പോകാനുണ്ടായിരുന്നു, ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുക. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ ഞാനും ചിന്നമ്മയും കൂടെ ചില ദിവസങ്ങളിലേക്ക്
യൂറോപ്പിൻ്റെ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് കരുതുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാനഡയ്ക്ക് പോകുന്ന സമയത്ത് ഇന്നത്തെ ശബ്ദവും ഇന്നത്തെ വോയിസും എനിക്കുണ്ടായിരുന്നു. കാനഡയിൽ കുറച്ച് കൂടുതൽ തണുപ്പടിച്ചതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഒരു ചുമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് അമേരിക്ക വന്നതോടെ അത് വർദ്ധിച്ചു. കഴിഞ്ഞ ഒരു 5-6 മാസമായി പൊതുവെ പറഞ്ഞ ചികിത്സയിലായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് കാനഡയ്ക്ക് പോയ അതേ ശബ്ദത്തിൽ ആ സ്റ്റാറ്റസിൽ തിരിച്ചു വന്നു. പക്ഷേ അടുത്ത ദിവസം ഞങ്ങൾ ഇവിടുന്ന് യൂറോപ്പിന് പോവുക. കഴിവുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുന്നുണ്ട് തണുപ്പിന് വേണ്ടി. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്രാവശ്യത്തെ യാത്രയിൽ ഗ്ലോബൽ കിങ്ഡം പാർട്ട്ണർഷിപ്പ് നെറ്റ്വർക്ക് എന്ന ഓർഗനൈസേഷനിൽ നിന്ന് എല്ലാവരോടും സമാധാനത്തോടെ യാത്ര പറയാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു.